ചത്തപ്പച്ചയ്ക്ക് ശേഷം വീണ്ടും മമ്മൂക്കയുടെ ഒരു പടത്തിൽ വന്നേക്കണ ലാലേട്ടനുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം ബ്രോ. ആക്ച്വലി ഷൂട്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ 4ാമത്തെ സിനിമയാണ്. ഇത്രയും ചുരുക്കിയ ടൈമിൽ ഇവരുടെ ഒപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്കെയിൽ എന്താണെന്ന് മനസ്സിലാവും. ആ ക്രൂവിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴും മഹേഷാരിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഇതൊരു നോർമൽ സിനിമ അല്ല. ഇത് നമ്മളൊരു മലയാള സിനിമയുടെ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്ന ഒരു സിനിമയാണ്. വലിയ ബഡ്ജറ്റ് ഉണ്ടെങ്കിലും ഇതിൻ്റെ കോണ്ടൻറ്റാണ് ഇതിന് മെയിൻ, ഇതിൻ്റെ സ്റ്റോറിയാണ് ഇതിന് മെയിൻ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഏത് തരത്തിലായിരിക്കും നമുക്ക് ലാലേട്ടനെ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുക? ഏത് ടൈപ്പ്? അതാണ് അവരുടെ ക്യാരക്ടേഴ്സായിട്ട് കാണാൻ പറ്റും. ഇതൊരു സ്റ്റാർഡം ഡ്രിവൻ സിനിമയല്ല. അവരായതുകൊണ്ട് ഒബ്വിയസ്ലി അതിനൂടെ ഒരു സ്റ്റാർഡം കൂടെ ഉണ്ടാകും. പക്ഷേ കഥ നോക്കുകയാണെങ്കിൽ ക്യാരക്ടറാണ് ഇതിൻ്റെ മെയിൻ. അവരുടെ ഒരു ടീം വർക്ക്, അവരുടെ ഒരു കെമിസ്ട്രി ശരിക്കും ഇതിൽ കാണാൻ പറ്റും. മിക്ക ഈ സിനിമയിൽ ഒരു പാവമായിട്ടാണ്, ഒരു എന്താ പറയുക, ഒരു പാവം പയ്യനായിട്ടാണ് വരുന്നത്. ഈ സിനിമയിൽ സ്വല്പം കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. സമയത്ത് അതാണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം. അത് എങ്ങനെയായിരുന്നു? അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഫഹദ് ഖാൻ്റെ കൂടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻ പേസ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോസസ്സ് എന്താണെന്ന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ വലിയ ഫാനാണ് ഫഹദ് ഖാൻ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ കണ്ടല്ലോ, കുറച്ചുകൂടി ഒരു ഇൻറ്റൻസ് ക്യാരക്ടറാണ് ഫഹദ് ഫാസിലിൻ്റെ. അപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റി എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ടേക്ക്. ഫഹദ് ഫാസിൽ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. നിങ്ങളും അതിനൊപ്പം നിന്ന് പിടിച്ചിക്കുക അല്ലെങ്കിൽ അവരോട് പെർഫോം ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് ആയിരുന്നു. അതോ പുള്ളി നമ്മൾ തെറ്റിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ? അല്ല, ടേക്കല്ലാതെ ടേക്കിന് പുറത്തേക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരുപാട് പഴയ സ്റ്റോറീസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ടേക്കിൻ്റെ സമയത്ത് ഓഫ് കോഴ്സ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാരക്ടറായിട്ട് നിൽക്കണം. അതേ ഒരു ഇൻറ്റൻസിറ്റി പിടിക്കണം. സിനിമ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന അതേ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കളിയൊന്നുമില്ല. പക്ഷെ അതല്ലാതെ ഒബ്വിയസ്ലി നമ്മൾ സംസാരിക്കാറുണ്ട്. അസിൽക്കാരുടെ ഫാദറും അതുപോലെ തന്നെ ഷാൻ്റെ ഫാദറൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഈ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് ഈ ബാപ്പയുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തായിരിക്കും ഒരുപാട് ആളുകളുള്ളതല്ലേ. അപ്പോൾ ബാപ്പ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇവരുടെയൊക്കെ? ഇല്ല, അവർ ഒരുപാട് സപ്പോർട്ടീവാണ്. എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ഫ്രീഡം തരുന്നുണ്ട് എൻ്റെ ഡിസിഷൻസ് എടുക്കാനും. എൻ്റെ ഒരു ഇതെൻ്റെ ജേർണിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ലാതെ അങ്ങനത്തെ ഒരു വേറെ ചർച്ച വന്നില്ല. ചത്തപ്പച്ച ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന്, അതായത് ഞാൻ ഒരുപാട് വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സിനിമ എന്തെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ പുതിയ വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടുകാരോട് മിസ് ചെയ്ത് സിനിമയെ തന്നെ ഉറപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അതെ, വീട്ടുകാർ ഇവിടെ നാട്ടിലില്ല. അവർക്ക് പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ സിനിമ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവരിത് ഈ സിനിമ കാണുമ്പോൾ അവർ ഹാപ്പി ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് മൂവി കാര്യങ്ങളൊക്കെ? നെക്സ്റ്റ് മൂവിയുടെ ഷൂട്ടിംഗ് മെയിൽ സ്റ്റാർട്ട് ചെയ്യും. അത് അനൗൺസ്മെൻ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് പറയാം. അതെല്ലാം കഴിഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്.